ഹേ ഗായ്സ്, അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ വീടിൻ്റെ താഴത്തുള്ള പൂനൂൽപ്പാടത്തേക്കാണ് പോകുന്നത്. നമ്മളെ കൂടെ പ്രവാസ ലോകത്തുനിന്നും വന്ന നൗഫലും നാട്ടിലെ മറ്റൊരു നിസാറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ. നമ്മളെ നൗഫലിന് വേറൊരു പേരുണ്ട് കേട്ടോ, നൗഷാദ് എന്നാണ് നമ്മളെ നാട്ടിൽ വിളിക്കുക. നൗഫൽ എന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ഒറിജിനൽ നെയിമാണ് നൗഫൽ, അതാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. എന്തായാലും നമ്മളെ സുഹൃത്ത് അസീബിൻ്റെ വീടിരിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ ഇവരൊന്നും ആ വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് അസീബിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ അസീബ് വീട് വെച്ചിട്ടുള്ള നമ്മളെ പൂനൂൽപ്പാടത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസാണ് അവിടെ വീട്ടിലിരിക്കുമ്പോൾ കിട്ടുക. എന്തായാലും സെറ്റാണ്. അപ്പോൾ അസീബിൻ്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ തൊട്ട് അടുത്ത് തന്നെ നല്ല അടിപൊളി വെള്ളം വരുന്ന മോൾ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ നല്ല. അപ്പം ഞങ്ങളതിൽ കാലൊക്കെ കഴുകിയിട്ട് ഇത് അസീബിൻ്റെ വീട്ടിലേക്ക് എത്തി. അസീബിന് 2 കുട്ടികളല്ലേ ഉള്ളൂ? 3 ഉണ്ടോ? പക്ഷെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ അവിടെ. ഇപ്പൊ നമ്മളെ പഴയ കാലം നമ്മളെ മദ്രസകളൊക്കെ പാടിയിട്ട് ഒരുപാട് ആരാധകരുള്ള നമ്മളെ സുഹൃത്താണ് നൗഫൽ. ഞാൻ അതാണ് ഇന്ന് പിന്നെ ഞാൻ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ടപ്പോൾ ഒരു മധു ഗാനം തന്നെ ഇടാം. കാരണം നമ്മളെ ചങ്കാണ് കേട്ടോ, നമ്മളെ അയൽവാസിയും ഒക്കെ കൂടെയാണ് ഇപ്പോ, റിലേറ്റീവും ഒക്കെയാണ് ഇപ്പോ വന്നുള്ളത്. അപ്പൊ അടിപൊളി പാട്ട് നമ്മളെ പക്ഷെ ഒരു പാട്ട് പാടാൻ പറ്റുവാണെങ്കിൽ ഒരു 2 സോങ് എന്റെ പഴയ ആരത്തിനധിപതി ഒന്ന് പാടും, ഒരു വരി. എന്തായാലും ഓന് ബിസി ആട്ടോ, ഓനെ ഇപ്പൊ നമ്പർ മറ്റെന്തായാലും ഓന്റെ പാട്ട് നമ്മളെ ചാനലിൽ വരുന്ന കേട്ടോ. ഇപ്പൊ നിസാറും ഞങ്ങളൊക്കെ ടീമായിട്ട് ഇവിടെ വന്ന് കുളിച്ചിരുന്ന പാടത്തല്ല കുളിച്ചിരുന്നു, സോറി, ഒരു അടിപൊളി കുളമുണ്ട് അവിടെ വന്നിട്ട് കുളിക്കാറ്. അപ്പൊ ജസ്റ്റ് ഇവര് ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ 2 ആളും. അപ്പൊ ജസ്റ്റ് വീട്ടിലേക്ക് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവരും കൂട്ടിയിട്ട് നേരെ പാടത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും നിസാറിനെ നിങ്ങളൊക്കെ അറിയണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല സാഹിത്യവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിളമ്പുന്ന ഒരാളാണ്. പിന്നെ നിസാറിനായിട്ട് നമുക്ക് പഴയൊരു ബന്ധമുണ്ട്, നിസാറിന്റെ വീടിന്റെ ഭാഗത്തിരുന്നതിന്റെ പഴയ വീട്. അപ്പൊ നിസാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചാനലിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് 2 വാക്ക് പറയോ? കഴിയുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും താങ്ക്സ്. കേട്ടല്ലോ, നിസാർ പറഞ്ഞ പോലെ ചാനൽ സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും അടുത്ത ഭാഗങ്ങളായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് ഏത് വെള്ളം ഇവർ അവിടെ നിന്ന് അടിക്കുന്നു. അതായത് ഇത് നമ്മൾ ആദ്യമൊക്കെ വന്നിട്ട് നീന്തൽ അറിയാത്ത ടൈമിന് വന്ന് നീന്തൽ പഠിച്ചിരുന്ന ഒരു കിണറാണ് കേട്ടോ. ഇതിങ്ങനെ മഴ പെയ്ത് അങ്ങോട്ട് നേരെ ഇങ്ങനെ ഒലിച്ചു വന്നിരുന്നു, വെള്ളം പാടത്തേക്ക് പോകുന്നു. പക്ഷെ ഇപ്പോൾ അസീബിൻ്റെ വീടിൻ്റെ ബാക്കായ കാരണം ഇപ്പോൾ ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് റിങ് ചെയ്ത് കിണറാക്കള വരും. ഞങ്ങൾ ശരിക്കും വന്ന് ചാടിയിരുന്ന കുളമാണ് ഈ കിടക്കുന്നത്. നമ്മളെ കൃഷ്ണൻകുട്ടിയാരെ അവിടുത്തെ കുഴിയെന്നാ പറയുക എല്ലാവരും. ഇതിൽ വന്നിട്ട് കൊള്ളാനൂരത്ത് നമ്മളെ ഈ ഭാഗത്തുള്ളവർ ഒട്ടുമിക്ക ആളുകളും നീന്തൽ പഠിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇത് കേട്ടോ. അതൊക്കെ ഇപ്പോൾ നമ്മളുടെ പിള്ളേരൊന്നും ഇങ്ങനത്തെ വരാറില്ല. ഇപ്പോൾ ഇവർ എവിടെയാണോ നല്ല കുളം അത് സെർച്ച് ചെയ്തിട്ട് അവിടെ പോയി കുളിക്കുക, സെറ്റാവുക. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകാൻ നോക്കാം കേട്ടോ. നമ്മളെ മൻസൂർ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല, അവൻ ഫാമിലിയായിട്ട് അപ്പുറത്തെ സൈഡിലെ കുളത്തിൽ പോയിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഓക്കെ, ബൈ.